ഹായ് ഹലോ നമസ്തേ നമസ്കാരം ജെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തമിഴിൽ നിന്ന് 2021, 22, 23 ഈ 3 വർഷം വന്ന തമിഴിലെ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് നോച്ച് എന്ന് പറയാൻ പറ്റുന്ന ബെസ്റ്റ് 3 സീരീസുകളെ പറ്റില്ല. ഇതിലെ ഭയങ്കര പരിതാപകരമായിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ 3 സീരീസുകളിൽ ഓൾമോസ്റ്റ് 2 സീരീസും അധികം ആളുകൾ കാണാത്തായിരിക്കും. ഭയങ്കര ഫെമിലിയർ ആവാതെ പോയ എന്നാൽ അത്രയും അടിപൊളിയായിട്ടുള്ള 3 സീരീസുകൾ. ഫസ്റ്റ് വൺ തമന്ന ഭാട്ടിയ ലീഡ് ചെയ്തിട്ടുള്ള നവംബർ സ്റ്റോറി. നവംബർ സ്റ്റോറിയുടെ ഒരു പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു അച്ഛനും മോളും. അച്ഛൻ എന്ന് പറയുന്നത് അൽഷൈമർ ബാധിച്ച് തന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്രൈം നോവലിസ്റ്റ് ആണ്. മകൾ IT പ്രൊഫഷനാണ്. അച്ഛന്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുകയാണ്. ബോസിന്റെ പഴയ പൂർവിക വീടൊക്കെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പ്ലോട്ട് തുടങ്ങുന്നത്. ഫസ്റ്റത്തെ 1, 2, 3 എപ്പിസോഡ് തന്നെ നമ്മൾ ഇവിടെ അച്ഛനെ നമ്മളിങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ടും ഇയാളൊരു സൈക്കോ മാനറിസം, ഇയാളുടെ പരിപാടികളും കാര്യങ്ങളും ഇയാൾ ഒരു വേർഡ് ഇങ്ങനെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേർഡും ഇയാൾ മറന്നു പോവാണ്ടിരിക്കാൻ വേണ്ടി എഴുതി വെക്കുന്ന കഥയും ഈ പടത്തിലുള്ള ബാക്കിയുള്ള പരിപാടികളും തമ്മിൽ ഭയങ്കര കണക്ഷൻ. ഇവരിപ്പോ വിൽക്കാൻ വെച്ച വീടിന്റെ ഉള്ളിൽ ഒരു മരണം സംഭവിക്കുന്നു. മരണം എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം സംഭവിക്കുന്നു. ഈ കൊല ചെയ്ത ആള് മരിച്ചതിന് ശേഷം കൊന്ന ആളെ 47 തവണ കുത്തിയിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇയാള് എവിഡൻസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കൊന്ന ആളുടെ ബോഡിയിലേക്ക് പെയിന്റ് ഒഴിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന കൊലയാളി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ അൽഷൈമർ വന്ന ഇവിടെ തന്ന ആ റൂമിനുള്ളിലുണ്ട്. അപ്പൊ ഇയാളാണല്ലോ പ്രൈം സസ്പെക്ട് വരിക. തമന്ന ഭാട്ടിയ ഇയാളെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയിൽ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേങ്കില് ഒന്നും പറയാനില്ല. ഇതിൽ ഓരോരോ എപ്പിസോഡ് കഴിയുന്നതോറും നമുക്ക് ഓരോരോ ലീഡ് വരും. ആ ലീഡ് വെച്ച് നമ്മൾ ഇങ്ങനെ നോക്കും. പക്ഷേങ്കില് ഒരു അടിപൊളി ഗ്രിപ്പിംഗ് ഉള്ള ത്രില്ലറാ. ഇതില് GM ഗണേഷ്, തമന്ന ഭാട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആള്, അയാള് ഒരു രക്ഷയില്ല. ആള് മറ്റേ അവൻ ഇവൻ എന്ന് പറഞ്ഞ ആര്യയും അതേപോലെ വിശാലുള്ള ഒരു പടം അതിൽ ലീഡ് ചെയ്തിട്ടുണ്ട്. കിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല ആക്ടറായാലും അത് അത് പോരായിട്ട് തമന്ന ഭാട്ടിയ തന്നെ പഴയ അടടാ മഴ പരിപാടി ഒന്നല്ല. ബോസ് വേറെ 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 ലെവൽ പെർഫോമൻസ് ആയി. ആദ്യം മുതൽ അവസാനം വരെ നമ്മളൊരു നല്ല സസ്പെൻസ് കൊണ്ടുപോയിട്ട് ക്ലൈമാക്സ് ഒരു ഡീസന്റ് ആയിട്ടുള്ള ക്ലൈമാക്സ് പടം ഇന്ത്യയും 7 എപ്പിസോഡേ ഉള്ളൂ. ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോ ഈ സാധനം ജിയോ ഹോട്ട്സ്റ്റാറിൽ കിട്ടിയില്ലെങ്കിൽ അത് എവിടെ കിട്ടും എന്നുള്ളത് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ പറയാം. സെക്കൻഡ് വൺ ഈസ് വിലങ്ക്. വിലങ്ക് വിഷയം ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷന് നിയർ ആയിട്ട് ഒരു ഫോറസ്റ്റിൽ ഒരു ഡെഡ് ബോഡി കിട്ടുന്നു. ഇയാൾ ഇവിടെ ചെന്നിട്ട് ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത് അപ്പൊ DVSPയോ ഹയർ അതോറിറ്റി വന്ന സമയത്ത് ഇയാളെ കൊണ്ടുവിടാൻ വേണ്ടി വണ്ടി പോയി തിരിച്ചു വന്ന സമയത്ത് ബോഡിയുടെ തല കാണില്ല. തല കണ്ടാലേ കേസെടുക്കാൻ പറ്റുള്ളൂ. തല കാണില്ല. ഈ തലയും തപ്പി പോന്ന നമ്മൾ പറയുമ്പോ വിചാരിക്കും ഇതൊരു പക്ഷേ പാട്ടം ഒന്നും പറയാനില്ല. ഇത് എന്ത് സീരീസ് ആണെന്ന് ചോദിക്കും. നമ്മളൊരു നോർമൽ സാധനം പ്രതീക്ഷിച്ചിട്ട് കിളിക്കൂടൊക്കെ ഓരോ ടൈമിന് ഇങ്ങനെ ആ ലെവലിലേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള ബെസ്റ്റ് സീരീസ്. വിമൽ എന്ന് പറയുന്ന ആക്ടറുടെ കാലിബർ എന്താന്നുള്ളത് ഈ പടത്തില്. ഇത് വില്ലന്റെ ഒരു പരിപാടി ഉണ്ട്. നമ്മള് തമിഴ് സിനിമയില് തനിയൊരുവന് ശേഷം വില്ലൻ ക്യാരക്ടേഴ്സിന് കുറച്ചുകൂടെ എന്താ പറയാ ഹൈ സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാരണം പണ്ടത്തെ തമിഴ് പടത്തിൽ എന്ന് പറഞ്ഞാൽ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴ് നടന്മാർക്ക് ഏണി വെച്ച് അടിക്കാനും അടിച്ചു പറപ്പിക്കാനും പറ്റുന്ന ഒരു പരിപാടിയാണല്ലോ. പക്ഷെ അതല്ല, ഇതില് വില്ലന്റെ ഒരു പരിപാടി ഉണ്ട്. വില്ലന്റെ ഒരു തുറന്നു വരച്ചിലുണ്ട്. ഒരു തല തപ്പിപ്പോന്ന ആള് ഒരു കൊലപാതകം 2 കൊലപാതകം കൊലപാതകങ്ങൾ അയ്യരുകളി എന്തുവാണ് ഇത്. ആ രീതിയിൽ പരിപാടി അങ്ങ് പോകും. ക്യാരക്ടർ വൈസ് അടിപൊളിയാണ്, സ്ക്രീൻ പ്ലേ അടിപൊളിയാണ്, ഒന്നിനൊന്ന് എല്ലാം മെച്ചാണ്. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ നവംബർ സ്റ്റോറിനേക്കാൾ ഒരു സ്റ്റെപ്പ് മേലെ പറയുന്ന സാധനമാണ് വില്ലൻ സീരീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലേബൽ എന്ന് പറഞ്ഞിട്ട് 2023 ജയ് അഭിനയിച്ച ഒരു കിട്ടിലൻ സീരീസ് ഉണ്ട്. ഒരു ആക്ഷൻ സീരീസ് ആണ്. ഒരു ഏരിയ, ഈ ഏരിയയിലുള്ള എല്ലാവരും ഗുണ്ടകള്. ലേബൽ എന്ന് പറഞ്ഞൊരു സംഭവം. ലേബലിന് വേണ്ടിയിട്ട്, ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റഗറി ഓഫ് ഗുണ്ടകളുടെ ഒരു പരിപാടിയാണ്. എന്നുവെച്ചാൽ എത്ര കൊലപാതകം ചെയ്യുന്നു അവൻ ഇന്ന ലേബലില്, ആ ലേബലിന് വേണ്ടിയിട്ട്
മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണ് ലേബൽ എന്ന് പറഞ്ഞത്. ഈ ലേബലിന് വേണ്ടിയിട്ടും ഈ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഒരു 4 ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ വലിയ സംഭവം എന്നുള്ള മൈൻഡ് സെറ്റാ. അപ്പൊ ഇതിനെ എതിർക്കുന്ന ആളാണ് ജയ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ സീൻ ബൈ സീന്, എപ്പിസോഡ് ബൈ എപ്പിസോഡ് ഇത്രയും അടിപൊളി ഒരു ആക്ഷൻ സീരീസ് തമിഴ് വന്നിട്ടുണ്ടാവില്ല. പക്ഷെ ലേബൽ എന്ന് പറഞ്ഞ സീരീസ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. ഭയങ്കര അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല ഇങ്ങനെ ഒരു സീരീസ് വന്നത്. അത്രയും അടിപൊളി ഒരു സീരീസ് ആണ്. ഗ്രിപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ സീക്വൻസ്, ബീജിയം, ഷാംസിയസ്, ഇതിന്റെ പൊന്നടാവേ കൈതിക്ക് ശേഷം ഇയാളിത് എന്തോടാ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു പാലത്തിന്റെ മുകളിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട് ഇതില്, ഒന്നും പറയില്ല. കിട്ടില്ല സീരീസ്. മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറല്ലേ നമ്മളെ ഭവാനി ആ മൂടുള്ളതന്നെ. ആ ചെക്കനാണ് ഇതില് വേറെ ഗൂസ് ബംപ് സീൻസ് ഇല്ലേ, അതിന്റെ ഒരു അയ്യര് കളി പടത്തിലാണ്. ഗൂസ് ബംപ്സ് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ആ ഒരു സാധനം. ലേബൽ വൺ ഓഫ് ദ ബെസ്റ്റ് തമിഴ് സീരീസ്, 2023 ബെസ്റ്റ് ആക്ഷൻ സീരീസ്. ക്ലൈമാക്സ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഓക്കെ ആയിരുന്നു. അത് എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ വെള്ളിയാഴ്ച ഈ സീരീസ് റിലീസ് ആകുമ്പോൾ ഓരോ എപ്പിസോഡ് കാണും. അങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ ഭയങ്കര ഈഗർലി ഭയങ്കരമായിട്ട് വില്ലനെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തൊരു സാധനമുണ്ട്. പക്ഷെ അതെനിക്ക് ഒന്ന് ജസ്റ്റ് മിസ്സായി. പക്ഷേ ഓൾമോസ്റ്റ് സീരീസ് ഔട്ട് ഓഫ് ദ വേൾഡ്, ഒന്നും പറയാനില്ല. കിടിലൻ സീരീസ്. ഈ 3 സീരീസ് ഉള്ളത്, 3 സീരീസും OTT പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അപ്പോ അത്രയേ ഉള്ളൂ. 3 സീരീസുകൾ കാണാത്തവർ കാണുക. ഇനിയിപ്പോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം എന്റെ പേജ് ഉണ്ട്, ഇതേ പേര് തന്നെയാണ്, ദ വേൾഡ് ഓഫ് AKJ. അതിൽ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ജസ്റ്റ് ഒരു DM ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടയപ്പട കിട്ടും എന്നുള്ളത് ഞാൻ അതാക്കി തരാം. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോ നിർബന്ധമാണെങ്കിൽ ഞാൻ അയച്ചു തരാം. സെറ്റ് ചെയ്യാൻ സീനില്ല. 3 സീരീസുകളും കാണാതെ പോരുത്. ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് വാച്ച് ആണ്. പോയി കാണുക, എൻജോയ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പറയുക. ഞാൻ തള്ളി മറിച്ചതുപോലെ ഇല്ലെങ്കിൽ അതും പറയുക. എന്നെ സംബന്ധിച്ച് 2021, 22, 23 ബെസ്റ്റ് വാച്ച് ആണ് ഈ 3 സീരീസ്. അപ്പൊ നോക്കുക, കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാ. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, അണ്ടിൽ ദാൻ